ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ്. നമ്മൾ മിക്ക വീട്ടുകളിലും ചോറ് ബാക്കിയാവാറുണ്ട്. ആ ബാക്കിയാവുന്ന ചോറ് വെച്ചിട്ട് പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ 4 കയ്യിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. ചോറ് കുറച്ച് കൂടുതലായി പോയാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആവശ്യത്തിന് മാത്രമേ ചേർക്കുള്ളൂ. അപ്പോൾ 4 കയ്യിൽ ചോറിട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നോർമൽ വാട്ടർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ വെള്ളം കൂടെ ചേർത്ത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുമ്പോൾ കുറച്ചധികം ടൈം തന്നെ അരയ്ക്കുക. തീരെ കട്ടകളില്ലാതെ വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ എത്രയാണോ ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോ വീട്ടിലുള്ള അംഗങ്ങൾക്കനുസരിച്ചായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ചെടുത്തിട്ടുണ്ട്, അളന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൈദ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ച ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായി നനഞ്ഞ് വരുന്ന രീതിയിൽ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. വെള്ളം കുറവായി തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അരച്ചെടുത്ത ചോറ് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും, അതൊന്നും കാര്യമാക്കണ്ട. ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇത്രയും പിടിക്കില്ല കേട്ടോ. നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകി കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുറച്ചധികം നേരം പ്രസ് ചെയ്തുകൊണ്ട് കുഴയ്ക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പൊറോട്ടയേക്കാൾ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചതിന് ശേഷം ഞാൻ മുറ്റമൊക്കെ അടിച്ച് വന്നതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് പൊടി കൗണ്ടർ ടോപ്പിലിട്ടതിന് ശേഷം ഒന്നും കൂടെ കുഴയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ചെറിയ ബോൾസായിട്ട് ഒന്ന് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി ഒരു ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇതേപോലെ ബാക്കി മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് ആക്കി എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബോൾസ് ആക്കിയിട്ട് വെറുതെ വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ബോൾസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് പൊടി
തടവിയതിന് ശേഷം ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്രയും വലിപ്പം ആവശ്യമില്ല എന്ന് വെച്ചാൽ ബോൾസിൻ്റെ വലിപ്പം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പരത്താൻ കഴിയും. ഇതേപോലെ പരത്തിയതിന് ശേഷം ഒന്ന് കുറച്ച് സമയം കൂടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അത് ഏകദേശം ഇതാ ഇങ്ങനെയാണ് മടക്കിയെടുക്കുന്നത്. 2 സൈഡും മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ മടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതും ചെയ്തിട്ടെടുക്കാം. നമ്മൾ മുഴുവനായിട്ട് ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിന് ശേഷം ഞാൻ വീണ്ടും ഒന്നുകൂടെ പരത്തിയെടുക്കുന്നുണ്ട്. ആദ്യം ചെയ്ത പോലെ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതേപോലെ ഒന്നും കൂടെ പരത്തിയെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സോഫ്റ്റായിട്ട് പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ അങ്ങോട്ട് വരും. ലെയറൊന്നും ഇല്ല എന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് ഞാൻ പരത്തിയെടുത്തത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ പരത്തുന്നുണ്ട്. പ്രസ്സിലൊക്കെ പരത്തിയെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതേപോലെ കൗണ്ടർ ടോപ്പിലോ പലകയിലോ വെച്ചിട്ട് പരത്തിയെടുക്കുന്നതാണ്. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലൊന്നല്ല കേട്ടോ പരത്തിയെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ പരത്താൻ ശ്രമിച്ചത്. അങ്ങനൊന്നും ആയിട്ടില്ല, എന്നാലും ആ ഒരു ടൈപ്പിലാണ്. നമ്മൾ മുഴുവനായിട്ടും പരത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം എണ്ണ പുരട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. കുറേശ്ശെ എണ്ണ തടവിയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷവും കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം നമുക്ക് എടുത്തു മാറ്റാം. നന്നായി മൊരിഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇതേപോലെയാണ് ബാക്കിയുള്ളത് നമ്മൾ ചെയ്തിട്ടെടുക്കുന്നത്. ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കാം. കൂടുതൽ മൈദയും വരുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഒന്ന് കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.